ഇതാണ് ആ സ്വിച്ച് എന്ന സ്വിച്ച്. ഓക്കെ, സ്വിച്ച്, ആ സ്വിച്ചിന്റെ സിസ്റ്റമാണിത്. ഓക്കെ, ഫൈനൈറ്റ് സ്റ്റേറ്റ് സിസ്റ്റമായിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഓക്കെ. സോ ഓക്കെ, സോ നെക്സ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഈ ഒരു സിസ്റ്റത്തിന് ഒരു മാത്തമെറ്റിക്കൽ മോഡലായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, മാത്തമെറ്റിക്കൽ മോഡൽ. അപ്പോൾ വാട്ട് ഈസ് എൻ ഓട്ടോമാറ്റ? ഓട്ടോമാറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് റെസ്പോണ്ട് ചെയ്ത ആരെങ്കിലായിട്ട്. അമൽ രവീന്ദ്രൻ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഓട്ടോമാറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോമാറ്റ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഓട്ടോമാറ്റ? ഓക്കെ, സോ മാത്തമെറ്റിക്കൽ മോഡൽ ഓഫ് എ ഫൈനൈറ്റ് സ്റ്റേറ്റ് സിസ്റ്റം ആണ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു മോഡലായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അതായത് ഇതിനൊരു മാത്തമെറ്റിക്കൽ മോഡലായിട്ട് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? അതിലെ ഒരു 5 ടപ്പിളായിട്ടാണ് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? 5 ടപ്പിളായിട്ടാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഇതൊരു ടപ്പിളാണ്. ആ ടപ്പിളിൽ 5 ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, 5 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നെന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ക്യൂ, ക്യാപിറ്റൽ ക്യൂ. പിന്നെ Q0 ഇനീഷ്യൽ സ്റ്റേറ്റ്, സിഗ്മ ഇൻപുട്ട് ആൽഫബറ്റ്, റോ എന്താണ്? ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഓക്കെ, റോ എന്ന് വെച്ചാൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റില് ഇപ്പം ഓഫ് എന്നൊരു സ്റ്റേറ്റില് ഒരു ഇൻപുട്ട് വന്നാല്, പുഷപ്പ് എന്നൊരു ഇൻപുട്ട് വന്നാല് ഏത് സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ നടക്കണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഏത്? ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഓക്കെ, സോ റോ ഓഫ് കോമ പുഷപ്പ് ഇസ് ഈക്വൽ ടു ഓൺ മീൻസ് എന്താണ്? അതായത് സ്റ്റാർട്ട് സ്റ്റേറ്റില് പുഷപ്പ് എന്നൊരു ഇൻപുട്ട് വന്നാല് ഓൺ എന്ന സ്റ്റേറ്റിലോട്ട് വരണം. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസിഷൻ ഫംഗ്ഷൻ. ദെൻ ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, എഫ്, ദർ വിൽ ബി എ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ഇൻ ദിസ് വേ. ഓക്കെ, ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ ഫൈനൽ സ്റ്റേറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ ഉള്ളില് ഒരു സ്റ്റേറ്റ് ഫൈനൽ ആണെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? അതായത് ഡബിൾ സർക്കിൾ. ഓക്കെ, ഡബിൾ സർക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഫൈനൽ സ്റ്റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിലെ, ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഏതാണ്? ഇതാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഒരു ഫൈനൽ സ്റ്റേറ്റും ഉണ്ടാവും. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു മാത്തമെറ്റിക്കലി മോഡൽ എനി ഫൈനൈറ്റ് സ്റ്റേറ്റ് സിസ്റ്റം. ഏത് ഫൈനൈറ്റ് സ്റ്റേറ്റ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുക? ഒരു മാത്തമെറ്റിക്കൽ മോഡലായിട്ട് എക്സ്പ്രസ് ചെയ്യുക. അതാണ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റ. ദെൻ ഡിഫറെന്റ് ഓട്ടോമാറ്റാസ് ഫെമിലറൈസ് ചെയ്തു. ഏതൊക്കെയാണ് ഓട്ടോമാറ്റാസ് ഉള്ളത്? വിച്ച് ആർ ദ ഡിഫറെന്റ് ഓട്ടോമാറ്റാസ്? ഫൈനൈറ്റ് ഓട്ടോമാറ്റ. Then there are 2 variations, DFA and NFA. Okay, we will study. In the first modules, we will focus on the finite automata. Okay, okay. First modules നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുക? We will focus on the finite automata and its variations, DFA and NFA. Okay, then there is another automata which is called push down automata. Okay, push down automata. There exist 2 variations, deterministic and non-deterministic. Okay, so D means, what is D? What is D? D means deterministic. Okay, D means deterministic. So another variation is non-deterministic. Okay, we will discuss that later. Then another is linear bounded automata. Then another is Turing machine.
Okay, so these are the different automatas used to express various systems. Okay, so why we need these much automatas? So each automata will be useful to model different finite state system. Okay, this is another important point. Each automata will be useful to model different finite state system. There exist different finite state systems. To express different finite state systems, we need different automatas. That is why we are using finite automata, PDA, LBA, TM. Okay, so okay. Next, and the last we stopped at this point. What are the applications? What are the applications of finite auto? What are the applications of automata? What are the applications of automata? First point is it is used. It is used when we are making software for designing and checking behavior of a digital circuit. Okay. അതായത് ഫസ്റ്റ് പോയിന്റ്, അതായത് ഓട്ടോമറ്റയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഓട്ടോമറ്റയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? വിച്ച് ആർ ദ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഓട്ടോമറ്റ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോഴും നമുക്ക് ഈ ഓട്ടോമാറ്റ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, അതൊരു ആപ്ലിക്കേഷൻ ആണ്. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്താണ്? കമ്പൈലർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് സെമ്മില് കമ്പൈലർ എന്നൊരു സബ്ജക്റ്റ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് കമ്പൈലർ? എന്താണ് കമ്പൈലർ? ഞാൻ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഓൺലൈൻ ക്ലാസ് ആണ്, കുറച്ച് സ്ലോ ആയിട്ടേ ഞാൻ എടുക്കൂലൂ. സോ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമ്പൈലർ എന്ന് വെച്ചാൽ അറിയാം. എന്താണ് കമ്പൈലർ? വാട്ട് ഈസ് എ കമ്പൈലർ? പഠിച്ചിട്ടുണ്ടോ? എന്താ കമ്പൈലർ? ഐശ്വര്യ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കമ്പൈലർ എന്താണ്? കമ്പൈലർ എന്ന് വെച്ചാല് വാട്ട് ഈസ് മീൻ ബൈ എ കമ്പൈലർ? ആദിത്യ റെസ്പോണ്ട് ചെയ്യാണ്. റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റൻഡൻസ് തരൂലേ. അർപ്പിത്, എ ടൈപ്പ് ഓഫ് കൺവേർട്ടർ ദാറ്റ് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു ലോ ലെവൽ ലാംഗ്വേജ്. അതാണ് കമ്പൈലർ എന്ന് വെച്ചാൽ. ഓക്കെ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലായിട്ട് മാറ്റുന്ന ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് ഇത് കമ്പൈലർ. ഓക്കെ, അപ്പോ ഈ കമ്പൈലർ സോഫ്റ്റ്വെയർ, കമ്പൈലർ എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അത് ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലേ? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആയ കമ്പൈലർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓട്ടോമാറ്റ കൺസെപ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ലാബൊക്കെ വരും. ഓക്കെ, S7-ലൊക്കെ ഈ ലാബൊക്കെ ഉണ്ടാവും, കമ്പൈലർ ഡിസൈൻ ലാബൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഈ ഓട്ടോമാറ്റ കൺസെപ്റ്റ്സ് ആണ് യൂസ് ചെയ്യുക, കമ്പൈലർ. ഓക്കെ ഓക്കെ, ഞാൻ കമ്പൈലറിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ വാട്ട് ഈസ് എ കമ്പൈലർ? നമുക്ക് ഇപ്പോഴും അത്രമാത്രം അറിഞ്ഞാൽ മതി. കമ്പൈലർ എന്താണ്? ആ ഒരു കമ്പൈലർ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഓട്ടോമാറ്റ കൺസെപ്റ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ, ടു സ്കാൻ ലാർജ് ബോഡീസ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഫൈൻഡ് ദ ഒക്കറൻസ് ഓഫ് വേർഡ്സ്, ഫ്രേസസ് ഓർ പാറ്റേൺസ്. ഓക്കെ, അതായത് ഒരു ടെക്സ്റ്റ്, ഒരു വലിയൊരു ടെക്സ്റ്റ് തന്നു നിങ്ങൾക്ക്. ഞാനിപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന തന്നെ എന്താണ് നോക്കറ? ടു സ്കാൻ ലാർജ് ബോഡീസ് ഓഫ് ടെക്സ്റ്റ്. ഇത് തന്നെ ഒരു സെന്റൻസ് ആണ് അല്ലേ? ടു സ്കാൻ ലാർജ് ബോഡീസ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഫൈൻഡ് ദ ഒക്കറൻസ് ഓഫ് വേർഡ്സ്, ഫ്രേസസ് ഓർ പാറ്റേൺസ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് തന്നു. ആ ടെക്സ്റ്റിൽ ഒരു മെസ്സേജ്,
ഓക്കെ, സിമ്പിളായിട്ട് ചിന്തിക്കുക. ഒരു മെസ്സേജ്, ഓക്കെ, ഒരു 100 വേർഡ്സിൽ ഒരു മെസ്സേജ്. അപ്പൊ അതിൽ എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ഫ്രേസസ് ഉണ്ട്, ഓർ സം അതർ പാറ്റേൺസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം? ഈ ഓട്ടോമെറ്റ കൺസെപ്റ്റ് യൂസ് ചെയ്യാന്ന് പറയുന്നു. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ്. ഓക്കെ, അതായത് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ടെക്സ്റ്റ്, നിങ്ങൾക്കറിയാം ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുറേ സെന്റൻസ് ഉണ്ടാവും. ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അതിൽ സപ്പോസ് ഒരു പേജ് ഉണ്ട്, ആ പേജിൽ എന്തുണ്ടാവും? കുറേ സെന്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ വേർഡ്സ് ഉണ്ടാവും, കുറേ ഫ്രേസസ് ഉണ്ടാവും, കുറേ പാറ്റേൺസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഓട്ടോമെറ്റ കൺസെപ്റ്റ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് പറയുന്നത്, ഓട്ടോമെറ്റ തിയറി ഈസ് ദ കീ ടു സോഫ്റ്റ്വെയർ ഫോർ വെരിഫൈയിങ് സിസ്റ്റംസ് ഓഫ് ഓൾ ടൈപ്സ് ദാറ്റ് ഹാവ് എ ഫിനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഏത് സിസ്റ്റം ആണെങ്കിലും അതിന് ഫിനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓട്ടോമെറ്റ തിയറി അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഒക്കെ വെരിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ ഏതാ യൂസ് ചെയ്യുന്നത്? ഓട്ടോമെറ്റ തിയറി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. നിങ്ങൾക്ക് ഇപ്പം അറിയാം TCP/IP എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? TCP എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലേ? TCP/IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ ഇതൊക്കെ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ്. നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ് എന്ത്? TCP/IP ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഓട്ടോമെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതായത് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് എ ഓട്ടോമെറ്റ. ഓക്കെ, ഓട്ടോമെറ്റയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഡിജിറ്റൽ സർക്യൂട്ടിന് ഡിസൈൻ ചെയ്യാനും അതിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്യാം. കമ്പൈലർ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമെറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഓക്കെ, ഒരു ടെക്സ്റ്റ്, എന്തെങ്കിലും ഒരു ടെക്സ്റ്റിന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എത്ര വേർഡ്സ് വരുന്നുണ്ട്, ഹൗ മെനി വേർഡ്സ്, ഹൗ മെനി ഫ്രേസസ് ഓർ ഹൗ മെനി പാറ്റേൺസ് ആർ അപ്പിയറിംഗ് ഇൻ ദ ടെക്സ്റ്റ്, ഓക്കെ, ഇൻ ദ ടെക്സ്റ്റ് മെസ്സേജ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, we can use the automata. Okay, and the fourth is to analyze the communication protocol like TCP or IP, we can use the automata. Okay, these are the applications of automata. Okay, next. ഓക്കെ, ഇതൊക്കെയാണ് ജനറൽ ആപ്ലിക്കേഷൻസ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആശിഷ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആശിഷ്, പ്ലീസ് റെസ്പോണ്ട്. ആശിഷ് ആബ്സെന്റ് ആണോ? ഓക്കെ, അഖിൽ സി വി അഖിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഖിൽ സി വി റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ അഖിൽ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു 2 ആപ്ലിക്കേഷൻ പറഞ്ഞ്. അഖിൽ, എന്തെങ്കിലും ഒരു 2 ആപ്ലിക്കേഷൻ, എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഓട്ടോമാറ്റ, ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അഖിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അഖിൽ റെസ്പോണ്ട് ചെയ്യാണ്. കമ്പൈലർ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേറെന്താണ്? കമ്പൈലർ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുക. പിന്നെന്താണ്? ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ഓക്കെ, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ
ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഈ ഒരു ഏരിയാസിലൊക്കെയാണ് നമ്മൾ ഓട്ടോമാറ്റ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ നെക്സ്റ്റ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് ഓട്ടോമാറ്റ. ഓക്കെ, അതായത് ഓട്ടോമാറ്റയുടെ വേറൊരു യൂസ് എന്താന്ന് വെച്ചാൽ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, അതായത് ഓട്ടോമാറ്റ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ accepting mechanism. Okay, note ചെയ്യാണ്, automata can be used as an accepting mechanism for a language. അതായത് ഒരു ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസമായിട്ട് എന്ത് യൂസ് ചെയ്യാം? ഓട്ടോമാറ്റ യൂസ് ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞത് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി എന്നാണ്. ഓക്കെ, ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി, ഫ്ലാറ്റ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, ഫ്ലാറ്റ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, ഫ്ലാറ്റ് ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി. അപ്പൊ നമ്മൾ ആദ്യം ഓട്ടോമാറ്റ എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇപ്പം നോക്കിയിരിക്കുന്ന എന്തിലാണ്? ലാംഗ്വേജ് അല്ലെ? എൽ മീൻസ് എന്താണ്? ലാംഗ്വേജ്. അപ്പോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമാറ്റ? ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് ഈ ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി ആണ്. ഓക്കെ, അതായത് ഓട്ടോമാറ്റ യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് ഫോർമൽ ലാംഗ്വേജസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ നോക്കുന്ന എന്താന്ന് വെച്ചാൽ there exist different formal languages. ഓക്കെ, ലാംഗ്വേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? മലയാളം ഒരു ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് is another language, ഹിന്ദി is another language, etc. In the world there are thousands of languages are there, but here we are focusing on the formal languages. Okay, formal languages. Okay, so how automata can be used to accept a formal language? That is our focus. Okay, okay, so try to understand the relationship between the language and the automata. What is the relation? For automata can be used as an, ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ, automata can be used as an accepting mechanism for a language. ഒരു ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള, ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമായിട്ട് ഓട്ടോമാറ്റ യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അതാണ് ഓട്ടോമാറ്റ. അതാണ് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഡിഫറെന്റ് ഫോർമൽ ലാംഗ്വേജസ് എങ്ങനെ ഡിഫറെന്റ് ഓട്ടോമാറ്റ വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ വി വിൽ ഫോക്കസ് ഓൺ ദിസ് കൺസെപ്റ്റ്. ഓക്കെ, സോ നിങ്ങൾ ഓൺലൈൻ ആണ്, എനിക്ക് സോ പ്ലീസ് കോൺസെൻട്രേറ്റ്. ഐ ആം മൂവിങ് വെരി സ്ലോലി because in the next class, during the offline class, we will discuss, we will just revise it again. Okay, so so please concentrate on the concept. Okay, so Anubama ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനുപമ, യെസ് സർ. ഈ കൺസെപ്റ്റ് എന്താ പറഞ്ഞത്? സർ ഏത് ഓട്ടോമാറ്റ് ലാംഗ്വേജിൻ്റെ?
അതായത് എന്താണ് ഓട്ടോമെറ്റയുടെ വേറൊരു യൂസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? എന്താ പറഞ്ഞിരിക്കുന്നത്? ലാംഗ്വേജിന്റെ ഒരു ആക്സെപ്റ്റിംഗ് മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് ഒരു ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള മെക്കാനിസം ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓട്ടോമെറ്റ യൂസ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഓക്കെ അനുപമ, താങ്ക് യു. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇവിടെ സ്പെസിഫിക്കലി പറയുന്ന ഫോർമൽ ലാംഗ്വേജ് ആണ്. കണ്ടോ, FL ഫ്ലാറ്റ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര്. അതിൽ FL എന്ന് വെച്ചാൽ ഫോർമൽ ലാംഗ്വേജ് ആണ്. അതായത് നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനത്തെ ലാംഗ്വേജ് അല്ല. ദർ ആർ സം സ്പെസിഫൈഡ് ലാംഗ്വേജസ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫോർമൽ ലാംഗ്വേജ്. നമ്മളത് ഡിസ്കസ് ചെയ്യും. എനിവേ, ഓട്ടോമാറ്റ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഒരു ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എനിവേ വേണമെങ്കിൽ നമുക്കിപ്പം മലയാളം ലാംഗ്വേജ് വേണമെങ്കിൽ മലയാളം ലാംഗ്വേജും ഒരു ഓട്ടോമാറ്റിക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മലയാളം ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ സബ്ജക്റ്റിൽ പഠിക്കുന്ന ഫോർമൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ എനിവേ, വാട്ട് ഈസ് എ ലാംഗ്വേജ്? വാട്ട് ഈസ് എ ലാംഗ്വേജ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ലാംഗ്വേജ്? ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, സിമ്പിൾ അല്ലേ? എന്താണ് ലാംഗ്വേജ്? ലാംഗ്വേജിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കുറെ സ്ട്രിങ്സ് ഉണ്ടാവും അല്ലേ? ലാംഗ്വേജ് ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് സ്ട്രിങ്സ്. ഓക്കെ, സെറ്റ് ഓഫ് സ്ട്രിങ്സ് അല്ലേ? സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഉണ്ടാവും. ആ സ്ട്രിങ്സ് എവിടുന്നാണ് വരുന്നത്? ഫ്രം എൻ ഇൻപുട്ട് ആൽഫബറ്റ് അല്ലേ? അതായത് ലാംഗ്വേജിൽ ബേസിക് ആയിട്ട് ഉണ്ടാവുക കുറെ സ്ട്രിങ്സ് ആണ്. ആ സ്ട്രിങ്സ് എവിടുന്നാ വരുന്നത്? ഇൻപുട്ട് ആൽഫബറ്റ്. ആ ലാംഗ്വേജിന്റെ ഇൻപുട്ട് ആൽഫബറ്റ് എന്നാണ് ആ സ്ട്രിങ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ മലയാളമാണെങ്കിൽ എന്താണ്? മലയാളത്തിൽ കുറെ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് ആണ് സ്ട്രിങ് എന്ന് പറയുന്നത്. മലയാളത്തിലെ വേർഡ്സ് എവിടുന്നാണ് വരുന്നത്? മലയാളത്തിന്റെ ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റ് എന്നാണ് അത് വരുന്നത്. ഓക്കെ, ഇൻ അഡിഷൻ എന്തും കൂടി വേണം, ആ സ്ട്രിങ്സ് എന്ത് ചെയ്യണമെന്ന് പറയുന്നു? ദാറ്റ് ഫോളോസ് ഗ്രാമർ റൂൾസ് അല്ലേ? അതായത് ഒരു ലാംഗ്വേജിന് എന്തുണ്ടാവും? അതിൻ്റെതായ ഒരു ഗ്രാമർ റൂൾ ഉണ്ടാവും. ആ റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ആലോചിക്കാം, മലയാളം ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതായത് മലയാളത്തിന് ഒരു ഗ്രാമർ റൂൾ ഉണ്ട്. ആ ഗ്രാമർ റൂൾ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ സ്ട്രിങ്സ് ഫോം ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. വാട്ട് ഈസ് എ ലാംഗ്വേജ്? എ സെറ്റ് ഓഫ് സ്ട്രിങ്സ്. ഓക്കെ, ഉണ്ടോ? എ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഫ്രം an input alphabet that follows grammar rules of that language. ഓക്കെ, ഇതാണ് നമുക്കൊരു ലാംഗ്വേജിനെ എങ്ങനെയായിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ലാംഗ്വേജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള മെക്കാനിസം ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓട്ടോമാറ്റ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ഫോർമൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഫോർമൽ ലാംഗ്വേജസ്. ഫ്ലാറ്റ് എന്നതാണ് സബ്ജക്റ്റ്. അപ്പൊ അതിൽ FL എന്ന് വെച്ചാൽ ഫോർമൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നമുക്ക് ഇനി ഫോർമൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ? നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ്? കണ്ടോ? That is, there exist different types of languages. That one is called type 0 language. Okay, this is called, we will arrange it in a hierarchy. Okay, you can note this figure. Okay, ആ ലാംഗ്വേജിനെ നമ്മൾ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് ചോംസ്കി ഹൈറാർക്കി എന്നാണ് പറയുക. ഓക്കെ,
ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ചോംസ്കി. ഓക്കെ, ചോംസ്കി. സോ ദിസ് ചോംസ്കി, ഓക്കെ, ചോംസ്കി. അപ്പോൾ ഈ ഒരു ഫിഗർ ആണ് പറയുന്നത് ചോംസ്കി ഹൈറാർക്കി എന്ന് പറയും. അതായത് നമ്മൾ ഡിഫറെന്റ് ലാംഗ്വേജസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ചോംസ്കി എന്ന സയന്റിസ്റ്റ് അറേഞ്ച് ചെയ്തു. അതിനെയാണ് എന്ത് പറയുന്നത്? ചോംസ്കി ഹൈറാർക്കി എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ആണ് ചോംസ്കി ഹൈറാർക്കി. അപ്പോൾ ഇതില് ഡിഫറെന്റ് ലാംഗ്വേജസ് കാണാം. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ലാംഗ്വേജസ് എന്ന് നോക്കിയേ. ടൈപ്പ് 0 ലാംഗ്വേജ്, ടൈപ്പ് 1 ലാംഗ്വേജ്, ടൈപ്പ് 2 ലാംഗ്വേജ്, ടൈപ്പ് 3 ലാംഗ്വേജ്. ഓക്കെ, അതായത് 4 ടൈപ്പ് ലാംഗ്വേജസ് ഉണ്ട്, 4 ടൈപ്പ് ഫോർമൽ ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, 4 ടൈപ്പ് ലാംഗ്വേജസ്, ഫോർമൽ ലാംഗ്വേജസ് എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ആ ഫോർമൽ ലാംഗ്വേജസിന് നമ്മൾ, അതായത് ചോംസ്കി എന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഈ ഒരു ഫിഗർ ആണ് പറയുന്നത് ചോംസ്കി ഹൈറാർക്കി എന്ന് പറയും. ഇത് ശരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് മോഡ്യൂളിലെ പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മൾ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ there exist different types of language. There exist different types of language. There exist different formal languages, type 0, type 1, type 2, and type 3. And these languages is arranged in this way. This is called Chomsky hierarchy. Okay. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ലാംഗ്വേജ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവും? ഒരു ലാംഗ്വേജ് ആവുമ്പോൾ അതിന് എന്തുണ്ടാവും? അതിന് ഗ്രാമർ ഉണ്ടാവും അല്ലേ? ആരാ പറഞ്ഞ? അർപ്പിത പറഞ്ഞ? ആരാ പറഞ്ഞ? അത് റെസ്പോണ്ട് ചെയ്തേ? ഓക്കെ, വെരി ഗുഡ്. സോ നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. കാരണം എനിക്കിപ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് ക്ലാസ് എടുക്കുന്ന പോലെ തോന്നുന്നു. സോ പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, സോ ഒരു ഗ്രാമർ ആവുമ്പോൾ ഒരു ലാംഗ്വേജ് ആവുമ്പോൾ അതിനെന്തുണ്ടാവും? ഒരു ഗ്രാമർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് 0 ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാമറിന് എന്താ പറയുക? അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ എന്ന് പറയും. ഓക്കെ, അതായത് ടൈപ്പ് 0 ലാംഗ്വേജ് ആണെങ്കിൽ ആ ലാംഗ്വേജിന്റെ കറസ്പോണ്ടിങ് ഗ്രാമർ ആണെന്ത്? അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ. ഓക്കെ, അപ്പോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ടൈപ്പ് 0 ലാംഗ്വേജിന്റെ ഗ്രാമർ ആണ് അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ. ഞാൻ പറഞ്ഞു, ഒരു ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടോമാറ്റ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ടൈപ്പ് 0 ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റയാണ് ഏത്? ടൂറിംഗ് മെഷീൻ. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് ഓട്ടോമാറ്റാസ് ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫിനൈറ്റ് ഓട്ടോമാറ്റ, പുഷ് ഡൗൺ ഓട്ടോമാറ്റ, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ, ടൂറിംഗ് മെഷീൻ. ഓരോന്നും ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലാംഗ്വേജിലോട്ട് പോകുന്നു. എന്നിട്ട് ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മുടെ സബ്ജക്റ്റിൽ ചെയ്യുന്ന അതാണ്. ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി എന്നാണ് സബ്ജക്റ്റ്. ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട്. ആ ഡിഫറെന്റ് ലാംഗ്വേജസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടൈപ്പ് 0 ലാംഗ്വേജ് ആണെങ്കിൽ അത് കറസ്പോണ്ടിങ് ഗ്രാമർ അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ ആയിരിക്കും. കറസ്പോണ്ടിങ് റെക്കഗ്നൈസിങ് മെക്കാനിസം എന്തായിരിക്കും? ടൂറിംഗ് മെഷീൻ എന്ന ഓട്ടോമാറ്റയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് 1 ലാംഗ്വേജ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഗ്രാമർ എന്തായിരിക്കും? കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. ഓക്കെ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഓട്ടോമാറ്റ എന്തായിരിക്കും? ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഓക്കെ,
ലീനിയർ ബൗണ്ടഡ് ഓട്ടോമറ്റ. ഇതാ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമറ്റ. ഓക്കെ, അതായത് ടൈപ്പ് 1 ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള മെക്കാനിസം ആണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമറ്റ. ഓക്കെ, ഇനി ടൈപ്പ് 2 ലാംഗ്വേജ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഗ്രാമർ ഏതാന്ന് നോക്കിയേ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഓക്കെ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആയിരിക്കും കറസ്പോണ്ടിങ് ഗ്രാമർ. ഇവിടെ യൂസ് ചെയ്യുന്ന റെക്കഗ്നൈസിങ് മെക്കാനിസം നോക്കിയേ, പുഷ് ഡൗൺ ഓട്ടോമറ്റ, PDA. ഓക്കെ, അതായത് PDA എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, സോ ടൈപ്പ് 3 ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ഗ്രാമർ ഏതായിരിക്കും? ഒരു ലാംഗ്വേജ് ആകുമ്പോൾ ഗ്രാമർ വേണം, റെഗുലർ ഗ്രാമർ ആയിരിക്കും. ആക്സെപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെക്കാനിസം ഏതായിരിക്കും? ഫൈനൈറ്റ് ഓട്ടോമറ്റ. ഓക്കെ, ഫൈനൈറ്റ് ഓട്ടോമറ്റ. അപ്പോ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഈ ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമറ്റ തിയറി എന്നതാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ പഠിക്കുന്ന എന്താന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമൽ ലാംഗ്വേജസ്, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാമർ, പിന്നെ അതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള മെക്കാനിസംസ്, ദാറ്റ് ഈസ് ഓട്ടോമെറ്റാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സബ്ജക്റ്റിന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഓരോ മോഡ്യൂൾസിൽ ഓരോരോ ടോപ്പിക് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യും നമ്മൾ. ഓക്കെ, എനിവേ നെക്സ്റ്റ് നമ്മൾ ഒരു മെഷീൻ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഓക്കെ, എനിത്തിങ് ടൈം ഈസ് ഓൾറെഡി ഓവർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യാം. ഓക്കെ, ഞാൻ സ്ലോ ആയിട്ടേ ക്ലാസ് എടുക്കുള്ളൂ. അപ്പോൾ സോ പ്ലീസ് സ്റ്റഡി വെൽ. ഓക്കെ, പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു. Please give it in the proper order. Okay, starting from roll number 1 and so on. Okay.